ഞങ്ങളൊന്നും മറക്കില്ല. പണ്ടൊക്കെ ഞങ്ങളുടെ അധികാരം ഭരണത്തിലേക്ക് വരുമ്പോൾ പലതും മറന്നു പോകായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏറ്റുവാങ്ങിയ മർദ്ദനങ്ങൾക്കും അവരുടെ ചോര ഈ കേരളത്തിൽ വീണിട്ടുണ്ടെങ്കിൽ അതൊന്നും ഞങ്ങൾ മറക്കില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നടത്തിയ പോരാട്ടം, നവകേരള യാത്രയ്ക്കിടയിലേക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അവരക്രമമൊന്നും കാണിച്ചില്ല. അവർ കരിങ്കൊടി കാണിച്ചതിൻ്റെ പേരിൽ അവർ ഏറ്റുവാങ്ങിയ അതിക്രമങ്ങൾ, രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് പരിഹസിച്ചത് ഇത് ഞങ്ങൾ മറക്കില്ല. മറക്കാൻ പറ്റില്ലല്ലോ. അതായത് ആ കുഞ്ഞുങ്ങളെ മറന്നു പോകുന്നതാണ് അതിൻ്റെ അർത്ഥം. അത് ഞങ്ങൾ മറക്കില്ല. അത്രേ ഞാൻ പറയുന്നത്. അതൊന്നും മറക്കില്ല, ഞങ്ങളൊന്നും മറക്കില്ല. എന്റെ പ്രിയപ്പെട്ട ഡിവൈഎഫ്ഐക്കാരെ, മാർക്സിസ്റ്റുകാരെ, നിങ്ങൾ ഈ സതീശൻ സാർ പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധിച്ചു കേട്ടോളൂ കേട്ടോ. നിങ്ങളുടെ മുതു അടിച്ചു പൊളിക്കും. അടുത്ത 5 കൊല്ലം നിങ്ങൾ സമരത്തിനിറങ്ങിയാൽ എന്നതാണ് ഈ പറഞ്ഞതിന്റെ പച്ച മലയാളം. കഴിഞ്ഞ 10 വർഷത്തതില്ലേ, അതിന്റെ മുതലും പലിശയും ചേർത്ത് നിങ്ങൾക്ക് തരാൻ റെഡിയായിരിക്കുകയാണ്. അവരൊന്നും മറക്കാൻ പോണില്ല. ഇതിനു മുമ്പൊക്കെ അവർ അധികാരം കിട്ടിയപ്പോൾ പഴയതൊക്കെ ചിലത് മറന്ന് നിങ്ങളുടെ ഒരു എക്സ്ക്യൂസ് കാണിച്ചിരുന്നു. ഇനി അത് നടക്കില്ല എന്ന് തന്നെയാണ് സതീശൻ സാറ് പറഞ്ഞത്. അതിനെന്തായാലും റെഡി ആയിക്കോളൂ. അതിനുള്ള അവസരം ഉറപ്പാണ്. കാരണം അവർ 5 ഗ്യാരണ്ടികളാണ് ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. അത് പലതും നടപ്പിലാക്കാൻ പറ്റുമെന്ന് നമുക്ക് സംശയമുണ്ട്. അത് നടപ്പിലാക്കാൻ പറ്റാതെ വീഴ്ചകൾ വന്നാൽ നിങ്ങൾ സമരത്തിനിറങ്ങും, നിങ്ങൾ തെരുവിലിറങ്ങും. കാരണം നിങ്ങൾക്ക് കഴിഞ്ഞ ഒരു 10 കൊല്ലമായിട്ട് ആ പണിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. സുഖമായിട്ട് ഈ ഭരണത്തിൻ്റെ സുഖശീതളമേയിൽ അങ്ങനെ കഴിയുക, എന്നിട്ട് സർക്കാരിനെ വാഴ്ത്തുക, പാടുക, ഈ പൊതിച്ചോറ് കൊണ്ട കൊടുക്കുക, എവിടെയെങ്കിലും ദുരന്തം ഉണ്ടാവും ഓടിച്ചെന്നിട്ട് അവർക്ക് മരുന്നെത്തിക്കുക, അവരെ രക്ഷിക്കാൻ നടക്കുക. അങ്ങനെ മനുഷ്യ സ്നേഹത്തിൻ്റെ വലിയ കുലപതികളായി നടന്നപ്പോൾ നിങ്ങൾ ഈ സമരങ്ങളൊക്കെ മറന്നുപോയി. അപ്പം അതിനി ഏതായാലും ഏറ്റെടുക്കേണ്ടി വരും. അതിനുള്ള എല്ലാ കോപ്പും ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ കോപ്പിന് നിങ്ങൾ ഇറങ്ങിയാൽ നിങ്ങളുടെ മുതു തല്ലി പൊളിക്കുന്നതാണ് ഇപ്പോൾ സതീശൻ സാറ് പറഞ്ഞത്. കാരണം ഈ KSRTCയിലൊക്കെ സ്ത്രീകൾക്കൊക്കെ ഫ്രീ കൊടുത്താൽ KSRTC പൂട്ടേണ്ടി വരും. അതിപ്പോൾ പ്രൈവറ്റ് ബസ്സും അതോടുകൂടെ തീരുന്നതാണ് ഇപ്പം പ്രൈവറ്റ് ബസ് മുതലാളിമാർ പറഞ്ഞിരിക്കുന്നത്. കാരണം എല്ലാവരും കൂടെ എവിടേക്ക് പോകും? KSRTCയിലേക്ക് ഓടും. അപ്പോൾ ഈ പ്രൈവറ്റ് ബസ്സിൽ സ്ത്രീകൾ കയറാതാവും. ആകെ ഇപ്പോൾ സ്ത്രീകളാണത്രേ ബസ്സുകളിൽ യാത്രയ്ക്കുള്ളൂ. കാരണം ആണുങ്ങളാണെങ്കിൽ അവർ പല വണ്ടികളിലും 2 വീലറും കാറിലൊക്കെ യാത്ര ചെയ്യാൻ തുടങ്ങി. അപ്പോൾ സ്ത്രീകളും ഈ കുട്ടികളുമാണ് ഉള്ളത്. അപ്പോൾ ഈ സ്ത്രീകളും കൂടെ KSRTCയിലേക്ക് പോയാൽ പിന്നെ ഈ പ്രൈവറ്റ് ബസ്സുകൾ ഏതാണ്ട് 9,000-ഓളം ഉണ്ടത്രേ. അത് കൂട്ടി കട്ടപ്പുറത്താകും. KSRTC ഇത് കൊടുത്തു കഴിഞ്ഞാൽ നഷ്ടത്തിലാവും, അതും കട്ടപ്പുറത്താകും. അപ്പം നിങ്ങൾ സമരത്തിനിറങ്ങും. അപ്പം നിങ്ങളുടെ മുതു അടിച്ചു പൊളിക്കും. പിന്നെ 1000 രൂപ കോളേജ് കുമാരികൾക്ക് കൊടുത്തോണ്ടിരിക്കും. അത് കൊടുക്കില്ല എന്നറിയില്ല. കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ SFI പിള്ളേർ പുറത്തിറങ്ങും. അപ്പം കുട്ടികളുടെ മുതും അടിച്ചു പൊളിക്കും. പിന്നെ ഉള്ളത് 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസാണ്. എന്ത് തരത്തിലുള്ള രോഗം വന്നാലും ശരി, നിങ്ങൾ ഇനി സർക്കാർ ആശുപത്രിക്കൊന്നും പോകേണ്ടിയേ വരില്ല. അവിടെ ചെന്ന് ഈ വയറ്റിൽ കത്രികപ്പെടുമെന്ന് നിങ്ങൾ ആലോചിക്കേണ്ട. നേരെ ഈ വലിയ ഹൈടെക് ആശുപത്രികളിലേക്ക് പോവാം. അവിടെ ഈ ഇൻഷുറൻസ് കാർഡങ്ങൾ സതീശൻ സാറിൻ്റെ കാണിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എല്ലാം ചികിത്സിച്ച് വീട്ടിലേക്ക് അങ്ങ് വരാം. അപ്പോൾ അതിലും പേടിക്കേണ്ട. ഇനി അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ, അപ്പോൾ ഈ DYFIക്കാരും മാർക്സിസ്റ്റുകാരൊക്കെ സമരത്തിനിറങ്ങും. അപ്പോഴും കിട്ടും പൊതിരടി. എന്തായാലും തയ്യാറായിക്കോളൂ. അതാണ് ഇപ്പം നടക്കാൻ പോണത്. അപ്പോൾ സതീശൻ സാറ് പറഞ്ഞത് ആ വാക്കുകളിൽ അതെല്ലാം വളരെ ക്ലിയറാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്ഥാനം അവിടുന്ന് ഡൽഹിയിൽ നിന്ന് അപ്രൂവ് ചെയ്ത് ഇതുവരെ കിട്ടിയിട്ടില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ വെട്ടിപ്പാവും. അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം. നന്മ വരട്ടെ. അതിൻ്റെ ആദ്യത്തെ ഒരു സാമ്പിൾ ഇന്ന് കണ്ണൂർ ഭാഗത്ത് നിന്ന് KSU പിള്ളേർ പോലീസ് സൊസൈറ്റിയുടെ റിക്രൂട്ട്മെൻറ്റുമായിട്ട് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന ഹാളിലേക്ക് അങ്ങോട്ട് ഇരച്ച് കയറിയിട്ട് അവരാ ഭരണം മാറി എന്ന് അവരെ ഓർമ്മിപ്പിക്കുന്നതും വെല്ലുവിളിക്കുന്നതും, ആ പരീക്ഷ ഹാളിലേക്ക് ഇരച്ച് കയറി അവിടെ പരീക്ഷ എഴുതിക്കൊണ്ടിരുന്ന കുട്ടികളുടെ ക്വസ്റ്റ്യൻ പേപ്പറും ഹാൾ ടിക്കറ്റും ഒക്കെ കീറി വലിച്ചെറിയുന്ന അതിമനോഹരമായ ഒരു വെട്ടിക്കെട്ടുന്ന് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആ കാഴ്ചകൾ നമ്മുടെ പ്രേക്ഷകരും ഒന്ന് കണ്ടു നോക്കൂ. അപ്പം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. വരും നാളുകളിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതിന്റെ ഒരു ടെസ്റ്റ് ഡോസാണ് ഈ കാണുന്നത്. ജനറൽ സെക്രട്ടറി അറിയില്ല, MLA അറിയാം.
MLA അറിയാം? കണ്ണൂർ MLA അറിയിപ്പോ ശബ്ദം ഉണ്ടാക്കല്ല. അതായത് ഒരു മിനിറ്റ് പറയട്ടെ. സംസാരിക്കുന്ന സമയത്ത് ഇവര് പറഞ്ഞത് എല്ലാവർക്കും സമർപ്പിച്ച മുഴുവൻ ആളുകൾക്കും രജിസ്റ്റേർഡായിട്ട് അയച്ചു എന്നിട്ടാണ് പരീക്ഷ. അപ്പോൾ ഒരു പരീക്ഷാ ഹാളില് നമ്മുടെ KSU പിള്ളേർ, നമ്മുടെ സതീശൻ സാറിന്റെ കുട്ടികൾ നടത്തിയ അവരെ തേരോട്ടമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. നന്ദി, നമസ്കാരം.